ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിൽ ഗുരുതര പോരായ്മകളുണ്ടെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. ഓൺലൈൻ വഴിപാടുകളുടെയും ഡിജിറ്റൽ പണമിടപാടുകളുടെയും വിവരങ്ങൾ ഓഡിറ്റിന് ലഭ്യമാകാത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ദേവസ്വം ബെഞ്ച് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. ഓഡിറ്റ് വിഭാഗം ആവശ്യപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കുന്നതിലും ദേവസ്വം വീഴ്ച വരുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിൽ ഗുരുതര വീഴ്ചകളുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് ദേവസ്വം ബെഞ്ചിന്റെ വിമർശനം. ഓൺലൈൻ വഴിപാടുകളും ഡിജിറ്റൽ പണമിടപാടുകളും പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും ഓഡിറ്റിന് ആവശ്യമായ ലോഗിൻ വിവരങ്ങളും അനുബന്ധ രേഖകളും ദേവസ്വം ബോർഡ് കൈമാറിയിട്ടില്ലെന്ന് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം കോടതിയെ അറിയിച്ചു. ഓഡിറ്റ് വിഭാഗം ആവശ്യപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കുന്നതിലും ദേവസ്വം വീഴ്ച വരുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. 43 വർഷമായി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ സമഗ്ര ഓഡിറ്റ് നടത്തിയിട്ടില്ലെന്നും സ്വർണം, വെള്ളി, വെങ്കലപാത്രങ്ങൾ, കുങ്കുമപ്പൂവ് ഉൾപ്പെടെയുള്ള ആസ്തികളുടെ കൃത്യമായ രജിസ്റ്റർ പോലും പലപ്പോഴും സൂക്ഷിക്കുന്നില്ലെന്നുമാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. വിഷയം ഗൗരവമായി പരിഗണിച്ച ഹൈക്കോടതി സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ നേരിട്ട് ഹാജരായി ഇതുവരെയുള്ള കണ്ടെത്തലുകളും പരിഹരിക്കേണ്ട പോരായ്മകളും വിശദീകരിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിൽ കൂടുതൽ സുതാര്യവും ആധുനികവുമായ ഭരണ സംവിധാനം ഉറപ്പാക്കുന്നതിനുള്ള ശുപാർശകളും സമർപ്പിക്കണമെന്നും ക്ഷേത്രത്തിലെ സാമ്പത്തിക ഇടപാടുകൾ കർശനമായ സുതാര്യത ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. മീഡിയ ടൈം, ഗുരുവായൂർ.